സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ എത്തിയതോടാണ് മലയാള പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടിയത്. ഷോയിൽ വെച്ച് മത്സരാർത്ഥിയായ ഗബ്രി ജോസുമായി ജാസ്മിൻ സൗഹൃദത്തിലായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും ചർച്ചയായി മാറിയത്. സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് ഇരുവരും കമിതാക്കളെ പോലെ പെരുമാറുന്നു എന്നായിരുന്നു ഒരു കൂട്ടരുടെ ആക്ഷേപം. ഹൗസിനുള്ളിൽ ഇരുവരുടെയും കൂട്ടിനെ ചൊല്ലി ഒടുവിൽ ജാസ്മിൻ്റെ വിവാഹം മുടങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്നാൽ തങ്ങൾ തമ്മിൽ സൗഹൃദമാണെന്നും ആ ബന്ധം ബിഗ് ബോസ് കഴിഞ്ഞാലും തുടരുമെന്ന് ഹൗസിൽ വെച്ച് ഇരുവരും ആവർത്തിച്ചു. ഇതിന്റെ പേരിൽ ഇരുവരുടെയും കുടുംബങ്ങൾ അടക്കം കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടത്. അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തുവന്ന ഇരുവരും തങ്ങളുടെ വാക്കു പാലിച്ചു. സൈബർ ആക്രമണങ്ങളൊന്നും വകവെക്കാതെ തങ്ങളുടെ സൗഹൃദം കൂടുതൽ ദൃഢമാണെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. ഷോയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് യാത്രകൾ പോയി, നിരവധി ഉദ്ഘാടനങ്ങൾ അതിഥിയായി, പരസ്യങ്ങളടക്കം ഒരുമിച്ച് നിരവധി പ്രോജക്റ്റുകളുടെ ഭാഗമായി. ഒരുമിച്ചുള്ള നല്ല നിമിഷങ്ങളെല്ലാം ചിത്രങ്ങളും വീഡിയോസുമായി ജാസ്മിനും ഗബ്രിയും സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുമുണ്ട്. അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഇരുവർക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് താഴെ ഒരു കൂട്ടർ ഇപ്പോഴും അധിക്ഷേപ കമന്റുകൾ ഇടാറുണ്ട്. ഇപ്പോഴിതാ തങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രത്തിന് താഴെ അധിക്ഷേപിച്ചെത്തിയ ആൾക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ജാസ്മിൻ. തജിക്കിസ്ഥാനിൽ നിന്നുള്ള യാത്രക്കിടയിൽ ഗബ്രിക്കൊപ്പമുള്ള ചിത്രത്തിൽ ജാസ്മിൻ പങ്കുവച്ചത് മാച്ചിങ് ദ വൈബ് എന്ന ക്യാപ്ഷനോടാണ് ഫോട്ടോ പങ്കിട്ടത്. എന്നാൽ ഫോട്ടോയ്ക്ക് താഴെ കടുത്ത അധിക്ഷേപമാണ് ചിലർ നടത്തിയത്. താൻ പെർഫ്യൂം അടിക്കാറില്ലെന്നും തങ്ങളുടെ മതത്തിൽ പെർഫ്യൂം ഹറാമാണെന്നും മുമ്പ് ജാസ്മിൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പിന്നീട് ജാസ്മിൻ തിരുത്തി. ഇക്കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഒരാളുടെ പരിഹാസ കമന്റ്. പണ്ട് സ്പ്രേ അടിച്ചാൽ മതത്തിൽ നിന്നും പുറത്തു പോകുമെന്ന് പറഞ്ഞ ചേച്ചിയാ സൂപ്പർ, ഇങ്ങനെ വേണം നിങ്ങളുടെ നിഷ്കളങ്ക സ്നേഹം, ഈ ലോകത്ത് യുവത്വത്തിൻ്റെ വളരെ ഇൻസ്പിറേഷനാണ് എന്നായിരുന്നു കമന്റ്. ഇതിന് ചേട്ടാ വർഷം 3 ഇനിയെങ്കിലും മാറ്റിപ്പിടിച്ചൂടെ എന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി. ജാസ്മിൻ്റെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട ഒരാൾ നടത്തിയ അധിക്ഷേപത്തിന് നിന്റെ അച്ഛനെ പോലെ എന്നാണ് ജാസ്മിൻ കൊടുത്ത മറുപടി. മറ്റൊരാളുടെ തന്തയുടെ പ്രായം ഉള്ള ഒരാളെ ചീത്ത വിളിച്ചിരുന്നു എന്ന പേര് എനിക്കിനി വയ്യാന്നും നിർബന്ധിക്കരുത് എന്നും ജാസ്മിൻ പറയുന്നു.